കിടന്ന് ഓടുന്ന തന്നെ കുപ്പിയോ. നല്ലൊരു ഓർക്കുന്നത് സൈഡിലേക്ക് റോഡുണ്ടെന്ന് ടേൺ റൈറ്റ് എന്ന് പറയാം. ഒരു റോഡും ഇല്ല, ഒരു വളവിനാണ് ഉള്ളിൽ വെച്ച് കാച്ചുന്നത്. ടേൺ റൈറ്റ്. In 800 meters, turn left. എന്റെ ഓണല്ലേ? സുൽത്താൻ്റെതാ പറയുന്നത്. അതെയോ? എന്നെ ഞാൻ സൈലന്റ് ആക്കിയിട്ടേക്കോ, രണ്ടും കൂടി വേണം വെക്കാതിരിക്കാൻ. ഇത് രാമപുരത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന കുറുക്ക് വഴിയാ. മനസ്സിലായോ? അത്ര മോശം വഴിയൊന്നും അല്ല, നല്ല വഴിയാ. ഒരു തല്ലും ഇല്ലല്ലോ, ഒറ്റ വണ്ടിയില്ല, കിണ്ടിയില്ല, ബ്ലോക്കും ഇല്ല. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റൈറ്റ് കീപ്പ് ചെയ്യാനോ? 8.7 കിലോമീറ്റർ കഴിയുമ്പോ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ കാണിക്കുന്നത്? 8.6 കിലോമീറ്റർ ചെല്ലുമ്പോഴേ ഇനി ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി. ഇനി അവിടെ എത്താൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ പറയുന്നത്? 19 കിലോമീറ്റർ 28 മിനിറ്റ്. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്നാണായിരുന്നു നമ്മൾ മനസ്സിലായില്ലേ? ഈ വഴി എന്നാലും നമ്മൾ ചെല്ലുള്ളൂ. മനസ്സിലായില്ലേ? തൊടുപുഴ ഭയങ്കര ചുറ്റാ കേട്ടോ. അത് പിടിക്കേണ്ട കേസേ ഇല്ലായിരുന്നു. ദൈവം അതും വിലക്ക് വിട്ട കേട്ടോ. എനിക്കറിയാം മൂവാറ്റുപുഴയ്ക്ക് തൊടുപുഴയ്ക്ക് പോകണ്ട ഇതിലെ പോയാൽ മതി. അപ്പം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പിന്നെ തീരുമാനിക്കാന്നൊക്കെ ഓർത്താണ് ഞാൻ. ഇത് ഇത്ര നല്ല വഴിയുള്ളപ്പോ നമ്മളെന്തിനാ ഈ തൊടുപുഴ വഴി കറങ്ങിപ്പോകുന്ന ഒത്തിരി ദൂരം? പൂവക്കുളം, കൂത്താട്ടുകുളം, ഇതാണല്ലോ. ഇപ്പൊ തിരിയാൻ പറയുന്നില്ലല്ലോ. കൂത്താട്ടുകുളത്തിനും പോകേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഓടി കിട്ടെ മറ്റേ കിലോമീറ്റർ സ്ട്രെയിറ്റ് ആയിന് പോകണ്ടേ. അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞാൽ മതി എടുത്തു വശത്തേക്ക്. മൂവാറ്റുപുഴയാണ് ഈ ജോൺസന്റെ സ്ഥലവേ. അന്ന് ഈ റോഡിൽ കൂടെ ഞങ്ങളെ കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് അവന്റെ വീടിന്റെ അങ്ങോട്ട് കയറാൻ പിന്നെ കുറെ കുരുട്ട് വഴി എടുത്തു. പിന്നെ SUV ആക്കിയത് തന്നെ നമ്മൾ എന്തിനാ? ഏത് വഴിയും കയറി പോവാൻ. പിന്നെ 3 വർഷം ആ ടയർ ഓടിയില്ല ഇൻസി. അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒന്ന് നോക്കിയാൽ അറിയാം. പഴഞ്ചടാക്കി കിടന്നെല്ലാം കൂടെ കയറ്റി വണ്ടി ഇടുന്നതാണോ, ചുറ്റുഭാഗത്തെല്ലാം കൂടെ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നതാണോ എന്ന്. ഇതിപ്പം നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ആയി? 50,000. ഒരു മൈലേജ് ഇല്ല. 50,000 ആയപ്പം തീർന്നു. നമ്മുടെ ഇപ്പം രജിസ്റ്റർ ആണോ 70? പണ്ട് നമ്മുടെ ടാറ്റയുടെ വണ്ടിയെ കിടന്നതേ, ടാറ്റയുടെ വണ്ടി കിടന്നത് ടാറ്റയും പോയിട്ട് വോൾസ്വാഗനിൽ ആദ്യം കിടന്ന ടയർ നമുക്ക് പെട്ടെന്ന് പോയി. ഓർക്കുന്നുണ്ടോ? ഏതോ ഒരു ടയറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബ്രിഡ്ജിസ്റ്റോൺ ഇട്ടത്. ബ്രിഡ്ജിസ്റ്റോൺ അത് കഴിഞ്ഞൊരു 50,000 വരെ കിട്ടിയായിരുന്നു. 30,000 കിലോമീറ്റർ ആണ്ട് കിട്ടിയുള്ളൂ. വെൻഡോയിൽ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടില്ല, കിട്ടിയല്ല ഇൻസി. മനസ്സിലാവുന്നുണ്ടോ? റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഇപ്പം ഈ 2 ടയർ ഫ്രണ്ട് ഇട്ടില്ലേ? ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറകിലത്തെ ടയർ പുതിയത് മേടിക്കുമ്പോൾ ഇതിൽ തന്നെ ഇട്ടെ. അതെ, അതുകൊണ്ട് ഒറിഞ്ഞി ടോപ്പ് കണ്ടം അതൊക്കെ വേറെ. 2 ടയർ പുറകിൽ ഇനി മേടിച്ചിടുമ്പോൾ ആ ടയർ പുറകിലല്ല ഇടുന്നത്, ഈ ഫ്രണ്ടിൽ കിടന്നെടുത്ത് പുറകിലോട്ട് ഇടും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ
ഇത് ഫ്രണ്ടിൽ തന്നെ തുടർന്നും റൊട്ടേറ്റ് ചെയ്യണം. ഇതിങ്ങനെ ഈ ക്രോസ് റൊട്ടേറ്റ് ചെയ്യുക ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ബൈക്കിന് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഇങ്ങോട്ട് തിരിച്ചിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അകം പോകുന്ന പ്രശ്നം തീരും. ഈ അകം തേയുമ്പോഴാണ് ഈ ബൾജ് ചെയ്യുക എന്നുള്ളത് ടയറിന്റെ കംപ്ലൈന്റാണ്. അതിന് നമുക്ക് കൊണ്ട് കൊടുക്കാവുന്നതാണ്. തേഞ്ഞ് നൂല് തെളിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു തീർത്താം. പറഞ്ഞ മനസ്സിലായില്ലേ? രണ്ടും അടുത്ത് വണ്ടി കെട്ടാക്കട്ടെ. ടയറിന്റെ കൊണ്ട് പല പരിപാടിയുണ്ട്. പെയിന്റ് അടിച്ചാലും മനസ്സിലായില്ലേ? ബലോന്റെ ടയർ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. In 1 kilometer, keep right. 1 കിലോമീറ്റർ റൈറ്റ് കീപ്പ് ചെയ്യാനോ? എല്ലാം എൻ്റെ മൊബൈലാണോ പറയുന്നത്? ചുമ്മാ ഓരോ വളവിനും പറഞ്ഞു വന്ന് 1 കിലോമീറ്റർ കീപ്പ് റൈറ്റ് ചേർന്ന് പൊക്കോളാൻ. 5 കിലോമീറ്റർ ആയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി. അതുവരെ ഈ റോഡിൽ കൂടിയാണ് ഓടിക്കുന്നത്. നേരെ ഒന്നും നോക്കണ്ട. വേണേ ഇവിടെ എല്ലായിടത്തും വിളിക്കാം. കിട്ടും, സമയം കിട്ടും. ഇടയ്ക്കെല്ലാം അത് പറയുന്നില്ലല്ലോ ജിൻസി. ഇങ്ങനെ കീപ്പ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ എപ്പോഴും ഇത് പറയുന്നുണ്ട്. മറ്റേത് അത്രയും പറയുന്നില്ലല്ലോ. ആൻഡ്രോയിഡ് പറ്റിയതാണല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. നമുക്കൊരു ഉറപ്പിന് വേണ്ടി. In 2.8 kilometers, keep right. മനസ്സിലായില്ലേ? എന്നെ പഠിപ്പിക്കുന്ന ഒതുക്കി തരാം. മൂവാറ്റുപുഴ 18 കിലോമീറ്റർ ഉള്ളൂ. മനസ്സിലായി? നമ്മുടെ പള്ളിക്കോ അത്ര ഒന്നും ഇല്ലല്ലോ. ഇനി എത്ര നമുക്ക് പോകാനുള്ള ദൂരം? ഇതാ നോക്കിയാ ഈ നോക്കിയാൽ 14 കിലോമീറ്റർ. ഇപ്പൊ മൂവാറ്റുപുഴ വരെ ചെല്ലണ്ട. പറഞ്ഞന്ന് പവർക്കല്ലേ എന്തൊരു കുറെ കിടന്നെ ഉരുളുന്ന ഞാൻ വെച്ചേക്കുന്ന കൂടാണ് ഇടുക്കി കിടന്നു.
സ്ഥലം ശരിക്കും. അങ്ങോട്ട് Take the തൊടുപുഴ, next left. ഇത് കൂത്താട്ടുകുളന്ന്. ഇതാന്ന് ഈ താഴോട്ടുള്ള വഴിയായി പറയുന്നത്. അതെയോ? ആ ഏതാ? അങ്ങോട്ടുള്ള In മൂവാറ്റുപുഴ. 600 meters, turn left toward Ramapuram Kuninji Marika Visithala Road. ഈ State മൂവാറ്റുപുഴയ്ക്ക് Highway പോകുന്ന ആ 42. വഴിയാണോ? അതാ അല്ലേ? ഒരു ആ വണ്ടി പള്ളിയുടെ പേരെന്നാ? നടുകര. നടുകര എന്ന് പറഞ്ഞ സ്ഥലം പോവാൻ. നടുകര നടുകര. ആ നടുക്കര. ആ ആ അതിന് താഴോട്ടാണോ പോണ്ടേ? ആ അവൻ പോണേ നോക്കിക്കൊണ്ട് വരുവാ. എന്ന് വേണം. അവനും ഗൂഗിൾ മാപ്പാണ്. ശരി. ആ പോട്ടെ പോട്ടെ പോട്ടെ. അവനെയും കറക്കാം. അവനും കല്യാണത്തിനുള്ളതായിരിക്കും. അവനായിട്ട് കറക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ആ ആ അവിടെ വരച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയ്ക്കുള്ള Turn വഴി. right. ആ turn right. ആ പറഞ്ഞായിരുന്നല്ലോ ഈ താഴോട്ടുള്ള വഴി കൂടെയാണ്. ഉം, ഉം. ഞാൻ ചുമ്മാ ദേഷ്യപ്പെടുക. ഈ ഇതിനകത്ത് പറയുന്നതനുസരിച്ചല്ലേ ഞാൻ പറയുന്നത്. അവള് കുറെ നാളെ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്, കുറെ പ്രാവശ്യം. അവളെ വിശ്വസിക്കാനേ കൂടിയ. വാഴക്കുളം സൈഡാത്ത പുള്ളി പറഞ്ഞു. ഇവിടെ അടുത്ത് എവിടെയാന്ന് പറഞ്ഞല്ലേ നമ്മൾ ചോദിച്ചെന്നാ പുള്ളി പറഞ്ഞത്. നീ എത്ര കിലോമീറ്ററാ പറയുന്നേ? 2 കിലോമീറ്റർ. അല്ലെന്നേ, എത്ര കിലോമീറ്റർ ഈ സ്ഥലത്തി എല്ലാം പറയുന്നേ? 10 കിലോമീറ്റർ. കിലോമീറ്റർ വലിയ ദൂരമൊന്നുമല്ല. നീ പറഞ്ഞ പേരല്ല കേട്ടോ. നീ പറഞ്ഞ പേരെന്ന് പറഞ്ഞ നീ എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ വായിച്ചു. എന്നാ പറഞ്ഞ നീ വായിച്ചു വന്നു? നടുകര എന്നോ? ആ നടുകരയല്ല വായിച്ചു. അങ്ങനെ വായിക്കും. അയാൾ പറഞ്ഞ കറക്റ്റ് സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടുകരയല്ല. ഇനി അതിന്റെ പുറകെ പോകണ്ട. നാടുകരയോ? In 1 kilometer, turn right onto Kuthattukulam Nadugara. Kavana Varakulam Road. നാടുകര. എന്നാ വൃത്തികളാ പറഞ്ഞേ ആരെ? ഗൂഗിള് എന്താ പറഞ്ഞിട്ട്? In 500 meters, turn left onto Thotupura Ramamgalam Road. 500 മീറ്റർ കഴിഞ്ഞ് തൊടുപുഴയിൽ നിന്ന് വരുന്ന റോഡിൽ കയറും, മനസ്സിലായി? Turn right onto Kuthattukulam Kavana Varakulam Road. റൈറ്റ് ആണോ പറയുന്നത്? ലെഫ്റ്റ് അല്ലേ പറയുന്നത്? ലെഫ്റ്റ്. Take the next left onto Thotupura Ramamgalam Road. കാറ് പോയ വഴി. ഇപ്പൊ നല്ല റോഡിലെത്തി, മനസ്സിലായില്ലേ? Continue for 6 kilometers. In 1.3 kilometers, keep right. 1.3 കിലോമീറ്റർ കീപ് റൈറ്റ്. ശരിക്കും നമ്മൾ ലെഫ്റ്റ് അല്ല കീപ്പ് ചെയ്യുന്നത്, നമ്മൾ റൈറ്റ് അല്ലല്ലോ കീപ്പ് ചെയ്യുന്നത്. അത് അവിടുത്തെ നാട്ടിലെ രീതിയിൽ പറയുമ്പോ എന്നാലും അവന്മാർ ഈ ബുൾജെറ്റിനെ സമ്മതിക്കണ്ടേ? ഒരു പരിചയമില്ലാതെ മറ്റേ സൈഡിലോട്ട് വണ്ടി ഇട്ട് 900 ഓടിച്ചോണ്ട് പോകും. meters, keep right. ഒരു നിമിഷം നമ്മൾ അറിയാതെ ചിലപ്പോ അടുത്ത ഇങ്ങോട്ട് വരും. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു പ്രശ്നമുണ്ട്. അവന്മാരതൊന്നും ഒക്കെ നിത്യം പോക്കായി. ഇപ്പം ഉം, അതിന് മുമ്പൊന്ന് പോയി. ഉം.
അത് തായ്ലൻഡിന് വണ്ടിയായിട്ട് പോയായിരുന്നു. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ. ഒന്നും പോരാത്ത പേട്ട് വണ്ടിയും കൊണ്ട്. എനിക്ക് ആ ബസ്സാലെ ആ പെണ്ണിനെയാണ് ഇഷ്ടപ്പെട്ടത്. എന്നെ മിടിക്കുക അവിടെ വന്നോളാം നിൽപ്പു. വണ്ടി ആരാ ഉണ്ടാക്കിയത്? 6 മാസം കൊണ്ട് ഈ പിള്ളേരെത്തിയാണ് ഇങ്ങനെ പിടിച്ചോ? 6 മാസം കൊണ്ട് ഭയങ്കര ഉണ്ടാക്കിയ സ്നേഹമൊക്കെ. In 1 kilometer at the roundabout, take the second exit onto Thodupuzha Ramamangalam Road towards Muvattupuzha. ഏത് ഫോണെടുത്ത് കൈ പിടിക്കണം. ഇതിനകത്ത് കുറെ ചില്ലറയാണ്. വാരി പിടിയിട്ട് പേഴ്സിനകത്ത് ഭയങ്കര തൂക്കമാണ്. ഈ വഴി തന്നെ അന്ന് വന്ന് ജോൺസന്റെ വീട് ഇതിന്റെ അടുത്തും കണ്ട. മനസ്സിലായില്ലേ? മാറാടിയാ. At the roundabout, take the second exit onto Thodupuzha Ramamangalam Road towards Muvattupuzha. ഇത് നമുക്ക് ഷോർട്ട് കട്ട് അടിച്ച് വന്നതല്ലേ? എന്ത് പെട്ടെന്ന് വന്നു. In 2.5 kilometers, bear right onto Arakoria Road. വണ്ടിക്ക് ഭയങ്കര ഉരുളിച്ചു കൂടി ജിൻസി. അപ്പൊ ഈ ടയർ തല്ലിപ്പൊളിയായിട്ടായിരുന്നോ വണ്ടി? എന്നാ കഴിഞ്ഞ പ്രാവശ്യം അവർ ടയർ മാറിയിട്ടു. വേറെ ആരുടെയോ പോയ ടയറിൽ നേരെയൊക്കെ എടുത്തിട്ട് നമ്മളെ ടയർ അവർക്ക് ഊരി കൊടുക്കുക അത് ചെയ്തു. ആ സർവീസ് കഴിഞ്ഞാൽ പിന്നെ അല്ലേ ഉരുളാതെ ഒരു മടുപ്പ് വന്നേ. വണ്ടി അവിടെ കൊടുത്തിട്ട് പോരുമ്പോ പോകുന്ന ഒരു പ്രാവശ്യമേ ഉള്ളൂ. ആ പ്രാവശ്യം അവന്മാര് പറ്റിച്ചതായത്. നമ്മുടെ ടയറേല് ഇനി നമ്മള് ഇത് വെച്ച് എഴുതണം, പെയിന്റ് വെച്ച് എഴുതണം. SEK എന്നോ അങ്ങനെ എന്തായാലും നമ്മുടെ ഒരു കോഡൊക്കെ എഴുതി വെച്ചാൽ മതി. SEK എന്ന് എഴുതിയാലും മതി, SJ എന്ന് എഴുതിയാലും മതി. SJ പലർക്കും ഉള്ളതുകൊണ്ട് പോട്ടെ, SEK എഴുതിക്കാം. SEK ഒരിക്കലും വരികയില്ല. സെയിം വണ്ടി ഉണ്ടെങ്കിൽ ചിലപ്പോ മാറിയും പോകാം. പെറോട്ടയോ മുട്ട പൊസ്റ്റോ എല്ലാം തിന്നാ മതിയായിരുന്നു. എനിക്ക് ദോശ പറ്റിയല്ല. ദോശ ചമ്മന്തി എൻ്റെ വയറിന് ഇഷ്ടമേ ഇല്ലാത്ത സാധനം. ഒന്ന് പുളിച്ച സാധനം, ഒന്ന് എരിവ്. പുളി എരിവ് എൻ്റെ വയറ് പുള്ളിയല്ല. തിരിയാനാണോ പറഞ്ഞത്? 1 കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റ് തിരിയാൻ. അത് ഇടിച്ച് പഞ്ചറായോണം പോകുന്നു. ഇലക്ട്രിക്കാ കണ്ടായിരുന്നോ? ഇടിച്ചു ഫ്രണ്ട് മൊത്തം പോയിരിക്കുന്നു. ചർച്ച് നടുകരാന്നും കണ്ട് അവിടെ കണ്ടു. അവിടെ ചർച്ച് നടുകരാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലേ അങ്ങോട്ട് ആറോടെ ഇതല്ലേ ചർച്ചല്ലേ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അയാൾ ഇട്ട് തന്നതാ, ഞാനിട്ടൊന്നുമല്ല. ഞാൻ ഇത് ചർച്ച് സെന്റ് മാത്യൂസ് ചർച്ച് നടുകരാന്ന് ഞാനൊന്നും ഈ സെന്റ് മാത്യൂസ് ചർച്ച് നടുകര എവിടെയാ? അധികം ദൂരം ഇല്ലല്ലോ, ഒത്തിരി ദൂരം ഉണ്ടോ? അതിലും കയറി പോയായിരിക്കും.
നടുക്കര എന്നാ, നടുക്കര, ആ നടുകരയല്ല, നടുക്കര. Bear right onto Arakuja Road. എന്നാന്ന സ്ഥലം ഒന്നും കൂടെ പറഞ്ഞേ? നടുക്കര. നടുക്കര. നടുവിലുള്ള കര. നടുക്കര. ആ. നടുക്കര. Go past this street, then keep right. In 500 meters, turn right onto Arakuza Musi Bridge, Vashakulam, Keep Arakuza right, Road. then take the first right onto Varakkulam Arakuja Muri Road. Turn right onto Varakkulam Arakuja Muri Road. Take the next right onto Arakuza Musi Bridge, Vashakulam, Arakuza Road. റൈറ്റ്. In 3 kilometers, arrive at your destination. Arakuza Road for 1 kilometer. അവിടെ ഒരു കൃഷ്ണ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ പൊക്കോളുന്നു. ഒരു കവള് വെള്ളം കൂടെ കുടിച്ചു, ചിരിച്ച 2 കവള് വെള്ളം കുടിച്ചു. എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ ഈ പൂ കണ്ടോ, ഇതിലാണ് തിരിച്ചു വരുന്നെങ്കിൽ ആ പൂ നിന്നെടുക്കണം. നമ്മുടെ ഇവിടുത്തെ വാഗ എന്നെ രസമായിട്ട് നിൽക്കുന്നത് ഇവിടെയുണ്ട്, ഇതുണ്ട്. മഴയല്ല, ഇത് മണി. മെയ് മാസത്തിൽ ഒരു കവള് വെള്ളം എനിക്ക് തന്നേരം. 500 മീറ്റർ കഴിയുമ്പോൾ വാഴക്കുളം. അയ്യോ, തൊടുപുഴ വഴിയാണ്, എന്നെ ചുറ്റായിരുന്നു. പാലായിൽ നിന്ന് തൊടുപുഴയ്ക്ക് എത്ര കിലോമീറ്ററാ? 26. In 200 meters, turn right to stay on Vashakulam, Arakuza Road. അവിടെ എയർ എത്ര ഏക്കർ അടിച്ച് ഇച്ചിരി ചാട്ടം കൂടുതലുണ്ട് കേട്ടോ. Take the next right to stay on Vashakulam, ആണ് Arakuza ഛർദ്ദിക്കാനൊക്കെ Road. വരുന്നത്. ഇറച്ചി ഉള്ളായിരിക്കും, പുതിയ ടയർ ആയതുകൊണ്ട്. ഭയങ്കര സെന്റ് മാത്യൂസ് ചർച്ചാണോ? ആ ഏ, ആ ഉറപ്പാണോ? അതെ അതെ. ആ ഡെസ്റ്റിനേഷൻ എത്തി. സെന്റ് മാത്യൂസ് അല്ലേ? ആ സെന്റ് മാത്യൂസ് ചർച്ച്, ഇങ്ങോട്ട്. നടുകര. ഗൂഗിൾ പറഞ്ഞാൽ നമ്മൾ Continue on Arakuza Vashakulam Road for In 1 kilometer. 250 meters, turn right. നമ്മള് മെയിൻ റോഡിൽ ഫ്രണ്ടിൽ നിന്നല്ല ബാക്കിൽ നിന്നാ വരുന്ന ഓർത്തു. ഇത് വേറൊരു വഴിയാ. സെന്റ് മാത്യൂസ് ആണല്ലോ അല്ലേ? Turn right. ഞാൻ റൈറ്റ് വരുന്നു. അമ്മ പറഞ്ഞോണ്ടിരിക്കുന്ന In 900 meters, turn right onto Arakuja Road. തെറ്റാണോ? ഒന്നുമല്ല, നേരെ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ ഡെസ്റ്റിനേഷൻ കാണിക്കുകയും ചെയ്യും. അതിലെ എന്നിട്ട് കയറായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഈ വഴിയെ കയറണ്ടായിരുന്നു, ഇതിലെ കയറാൻ ഇവര് പറഞ്ഞില്ലല്ലോ. In 500 meters, turn right onto Arakuja Road. 500 മീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റ് തിരിയാ. 3 കിലോമീറ്ററാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പുള്ളി പറഞ്ഞായിരുന്നു. ഈ സെന്റ് മാത്യൂസ് ചർച്ച് എവിടെയാ? ആ, പള്ളിയാ. രജിസ്റ്ററിന് ചാട്ടം കൂടുതലാന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു. ചില ചാട്ടമുണ്ട്. പിന്നെ പുതിയ ടയറിന്റെയും കാണും കേട്ടോ. എൻസി ഒന്ന് ഓടി ഒന്ന്. അവൻ കാറ്റടിച്ച് Make Ah. a slight right, then turn right.
കയറ്റമുണ്ട്, ഇതാണല്ലേ പറഞ്ഞത്. Turn right onto Aracusa Road, then take the first right. ഇവിടെ ഒരു ചേട്ടൻ ആരേലും ഉണ്ടെന്ന് നോക്കി. പള്ളിയിലോട്ട് കയറുന്നതില്ല മോളെ, പള്ളിയിലോട്ട് കയറുന്നേ. ആ, സെന്റ് മാത്യൂസ് ചർച്ചോ? ഇത് പള്ളിയിലോട്ടുള്ള വഴിയാണോ? ആ ആ, അതോടെ ഇതൊരു വല്ലാത്ത വഴിയാണ്. വണ്ടി കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ. Take the next right to stay on Aracusa Visakulam Road. Then turn right. ഇവിടെ പരിപാടി ഇല്ലേ? ആരും കാണുന്നില്ല. Turn right. Take the next right. ആരും വന്നില്ല. സെന്റ് മാത്യൂസ് ചർച്ച് മറുകര. ഇതൊന്നും അല്ല എൻട്രൻസ്. എൻട്രൻസ് വേറെയാ. നമ്മൾ പുറകെ കൂടെ എങ്ങാണ്ടാ വരുന്നത്. Continue for 800 meters. മനസ്സിലായില്ലേ? ഇത് നമ്മൾ വഴി തെറ്റി കറങ്ങി പുറകെ കൂടെ വരിക. നേരെ പോയിട്ട് അവിടെ നിന്ന് നേരെ പള്ളിയിലോട്ട് കയറായിരുന്നു. മനസ്സിലായില്ലേ? ഇത് വേറൊരു കുടുക്ക് റോഡാ. ഇതിലെല്ലാം വഴി വെച്ചേക്കുവാണ്. വഴി ഇത് തെറ്റിപ്പോയോ? ഡെസ്റ്റിനേഷൻ ആയെന്ന് മുമ്പ് പറഞ്ഞു. ആയി ഇതല്ലേ പള്ളി, സെന്റ് മാത്യൂസ്. മനസ്സിലായില്ലേ? പള്ളി കേറിയിട്ടില്ല ഇതുവരെ. മനസ്സിലായില്ലേ? ഈ തേക്കിന്റെ വീട്ടിലിട്ടാലോ? തെക്കിന്റെ ചുവട്ടിൽ അവിടെ വണ്ടി കയറി വരുന്ന വഴിയാണ് ഇവിടെ ഇടാം. മനസ്സിലായില്ലേ? വെയിലിച്ചിരി അടിക്കുമെന്നേ ഉള്ളൂ. അടിച്ചോട്ടെ. തെങ്ങിന്റെ വീട്ടിലൊന്നും ഇട്ടേക്കില്ല. ഇത് തെങ്ങില്ലല്ലോ, ഒന്നുമില്ലല്ലോ. നടുക്കര. കയറി പോരുവോ? നമ്മുടെ കയ്യിലിരിക്കുന്ന പൊന്നുംകെട്ടയുടെ കഥ മനസ്സിലായോ? അത് ഇത് പൊന്നുംകെട്ട തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റിയത്. ഫ്രണ്ടിലിരുന്നുള്ള യാത്ര ഒരു സുഖമാണ് കേട്ടോ. വണ്ടി ആയോട്ടുള്ള തോന്നൽ. വലിയ വണ്ടി പുറത്ത് പോയത് പൊക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവനോടെ ബാറ്ററി സഹിതം പൊക്കി കളഞ്ഞു. അതോടെ പോയില്ലേ, എല്ലാം പോയില്ലേ. 75 കിലോവാട്ട് ബാറ്ററി വെക്കണ്ടേ? അപ്പൊ അതോടെ എല്ലാം പോയി. ഇനി പുതിയ ബാറ്ററി കണ്ടുപിടിക്കുമ്പോഴാണ് ബ്ലേഡ് ബാറ്ററി ഉള്ള BYD നോക്കണം. BYD നോക്കാം. BYD എന്നാലും ലോകത്തിലെ നമ്പർ 1 എന്ത് സാധനവും നമ്പർ 1 ആകണമെങ്കിൽ അവരുടെ എല്ലാ ഘടകങ്ങളും കൂടെ വെക്കണം. ഈ വണ്ടി എല്ലാ ഘടകങ്ങളും ഒത്തൊരു വണ്ടിയാണ്. നമ്മുടെ ഈ വണ്ടി അതായത് അത്യാവശ്യം സീറ്റ്, നല്ല ഡിക്കി, ആവശ്യത്തിന് ഒതുക്കം, എല്ലാം കൂടെ നോക്കട്ടെ. ഇത് ഇത്രയും ഒതുക്കി ചെയ്ത് ഇത്രയും ഇടയുണ്ടാക്കിയ സമ്മതിക്കണം. ഇത് 40 കിലോമീറ്റർ ബാറ്ററി. തൈയെല്ലാം വെട്ടി കുറച്ച് ഇടഭാഗം ഉണ്ടാക്കിയേക്കുവാണ്. തൈ വെക്കാൻ ഒട്ടുമില്ല അതിന് സീറ്റിന്. എന്നിട്ട് സ്പേസ് ഉണ്ടെന്ന്. അപ്പം കാലം കൊണ്ട് നടക്കാൻ ഇടയായി. അതല്ലാതെ കൂടുതൽ ഇടയൊന്നും അതിനകത്തില്ല. ആ വില കൊടുക്കും. 9 ലക്ഷം രൂപ കൊണ്ട് കൂടുതൽ കൊടുക്കണ്ടേ? എന്നാ കോപ്പ് ഇത്രയും ചാർജിങ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് മഹേന്ദ്രയുടെ മറ്റേ വണ്ടി നല്ല സൂപ്പറായിരിക്കും. ചുമ്മാ ഒന്നും അല്ലാതെ ഒരു വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ വണ്ടി അത്രയും ആൾക്കാർ ഉണ്ടായിട്ടാണ് ഇറങ്ങുന്ന എപ്പോഴും നമ്മൾ ഓർത്തോണം. ഈ കാര്യം എവിടെയെങ്കിലും ഒരു വണ്ടി ഇറങ്ങി നീ കണ്ടോ? ഒറ്റ വണ്ടി ഇറങ്ങിയിട്ടില്ല. ഈ ബെൻസറിന് വിൻസർ നമ്മൾ ഓടിച്ചു നോക്കാൻ എത്ര രൂപയാന്ന് പറഞ്ഞത്? 20 രൂപ ഏറ്റവും കൂടിയെന്ന്.
ആ 20 രൂപയ്ക്ക് അതെന്നാ അസറ്റാ. അത് നല്ല വണ്ടിയാ. അത് നല്ല വണ്ടിയല്ലേ. ആ ഇതൊക്കെ ക്യാമറ പോവും ആ അതൊക്കെ. അതൊക്കെ ശരി. മൈലേജ് കിട്ടുമോ ഇരിക്കുന്ന കാര്യം രണ്ടാമത് ചിന്തിച്ചാ പോരെ. മൈലേജ് കിട്ടും. പിന്നെ അതിന്റെ ക്യാമറ ഒക്കെ എത്ര എന്നാ നല്ല ക്ലാരിറ്റിയാ. ക്യാമറ ഒന്നിനും കൊള്ളുകയാണ്. ആ സ്ക്രീൻ ഇല്ല ജിൻസി. ആ റെക്കോർഡിങ് സ്ക്രീൻ മേടിക്കാൻ കിട്ടും. ചുമ്മാ വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരേ ക്യാമറ ഫിറ്റ് ചെയ്താൽ മതി. അത് മേടിക്കാൻ കിട്ടുമെന്ന് ഉറപ്പാ. അമ്മര് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടെന്ന്. മോഡേണിൽ കാണും. മോഡേണെ നോക്കണ്ട, വേറെ ഓൺലൈനിൽ കാണും. പറഞ്ഞ മനസ്സിലായില്ലേ? ഓൺലൈനിൽ കാണും സാധനം. മോഡേണും ചിലപ്പോൾ കാണും. അവന്റെ പവർ ഡയലോഗ്. നമ്മളൊരു EVA വന്നവനാണ്, നമ്മുടെ അടുത്ത് അവനാ ഡയലോഗ് എടുത്ത. നമ്മള് സ്പോർട്സ് മോഡിലൊക്കെ വണ്ടി ഓടിക്കുന്നല്ലേ. ഭയങ്കര ഹോറാന്ന്. ഊണ്ടയാ 2 മോട്ടർ വെച്ചെന്ന്. ഇത് 250 ഉള്ളൂ, മറ്റേത് 500 ഇരട്ടിയാണ്. അങ്ങനെ 500 മൊത്തം എടുത്ത് സപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ഓടിക്കാൻ പറ്റുന്നവന്മാരെല്ലാം വെറും ഗുണങ്ങളാണ്. അവൻ പറയുന്നതിന് അവനെ കുറ്റം പറയാൻ പറ്റിയല്ല. 5 തെങ്ങും മാട്ടക്കറ്റി ഈ പറച്ചിലൊക്കെ പറയുന്നത്. അത് തന്നെ ഞാൻ ഓടിച്ച പോലെ ആരും ഓടിച്ചിട്ട് കാണിയല്ല. അവൻ പറയട്ടെ, ഞാൻ ഓടിച്ച പോലെ വണ്ടി അറിയാം. പോയി വന്ന മൈലേജും എല്ലാം നോക്കും അവര്. കിലോമീറ്റർ വരെ നോക്കും എന്തോരം പോയെന്ന്. ആരാ മറ്റേ ഇറങ്ങി വന്ന നേരെ നോക്കി ഓഹോ എഴുതിയെടുത്തോണ്ട് പോയി. ഹലോ